സർ, ജനവിധി അംഗീകരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ UDF ഭരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ആ ജനവിധി അംഗീകരിക്കും. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രത്യേക ആശംസകൾ നേരുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA മാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സർ, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയതാണ്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സഹകരണവും വിമർശനവും ചേർന്നതായിരിക്കും. ഞാൻ അടിവരയിട്ട് പറയുന്നു, സഹകരണവും അതിൽ പെടുന്നതാണ്. ജനോപകാരപ്രദമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ, രാജ്യത്തിന്റെ ഭരണഘടന മുറുകെ പിടിക്കുന്ന മതനിരപേക്ഷതയ്ക്ക് ഒരു പൂർണ്ണമേൽക്കാത്ത നിലയിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിപൂർണ സഹകരണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളത് ആദ്യമേ അറിയിക്കുകയാണ് സർ. എന്നാൽ ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ വിമർശനം സ്വാഭാവികമാണ്. ഇവിടെ സഹകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മെയ് 20, 2021 LDF ഗവൺമെന്റ് വീണ്ടും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ തുടങ്ങണം. അന്ന് പ്രതിപക്ഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു സർ. എന്തിനാണ് ബഹിഷ്കരിച്ചതെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇപ്പോൾ UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി സർ. അത് LDF പ്രതിപക്ഷമാകുമ്പോൾ സ്വീകരിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗമാണ് സർ. ഇവിടെ നേരത്തെ ചിലർ ചൂണ്ടിക്കാട്ടി, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തെരുവ് യുദ്ധം കേരളത്തിൽ നടന്നു. എന്നാൽ ആ തെരുവ് യുദ്ധത്തിൽ ഞങ്ങൾ കക്ഷി ചേർന്നില്ല. മാധ്യമങ്ങൾ ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്, കോൺഗ്രസ് അതിൽ സമീപനം സ്വീകരിക്കട്ടെ എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിലും ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സഹകരണവും വിമർശനവും അടങ്ങിയതായിരിക്കും LDF എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട്. UDF പ്രതിപക്ഷമായതുപോലെ ആയിരിക്കില്ല കേരളത്തിൽ LDF പ്രതിപക്ഷമാകുമ്പോൾ എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.